പ്രിയമുള്ളവരെ, സൃഷ്ടികളിൽ ഏറ്റവും നിസ്സാര എന്ന് കരുതിയവൾ സ്രഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ചു. കർത്താവിന്റെ ദാസിയാകാൻ കൊതിച്ചവൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ വാസഗേഹമായി. സമുന്നതമായ ഈ കൃപകൾ എല്ലാം സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്കാണല്ലോ നാം പ്രവേശിച്ചിരിക്കുന്നത്. ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠയും പാപക്കറകൾ ഏശാത്ത പവിത്രയും ഒക്കെയായി നാം ആ അമ്മയുടെ ജീവിതത്തെ പാടി പുകഴ്ത്താറുണ്ട്. എന്നാൽ കാലിത്തൊഴുത്തു മുതൽ കാൽവരിയോളമുള്ള പുത്രന്റെ സഹനങ്ങളിൽ പരാതികളും പരിഭവങ്ങളും തെല്ലുമില്ലാതെ ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും സഹിക്കുകയും ചെയ്ത ഒരു അമ്മയെയാണ് പുത്രൻ ഇതാ നിന്റെ അമ്മ എന്ന വാക്കുകളാൽ നമുക്ക് നൽകിയത്. വിശ്വാസത്തിന്റെ വീഥികളിൽ പ്രത്യാശയോടെ മുന്നേറുകയും ജീവിതം മുഴുവൻ സ്നേഹത്തിന്റെ സ്പന്ദനമാക്കി തീർക്കുകയും ചെയ്ത ഒരു അമ്മയെ ലഭിച്ചതിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ ഈ ഭൂമിയിൽ ജന്മം ലഭിച്ചിരിക്കുന്ന നമുക്കും പുണ്യത്തിന്റെ പാവന വീഥിയിൽ പദമൂന്നി കുരിശിന്മാറിൽ അഭയം തേടി സ്രഷ്ടാവിന്റെ ഹിതാനുസരണം ജീവിക്കുവാൻ അമ്മയുടെ സഹായം തേടാം. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന ആഹ്വാനം നിരന്തരം ശ്രവിക്കാം. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.